السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂമിലെ സബക്കിലെ ഏറ്റവും ബഹുമാനികളെ, നമ്മുടെ ക്ലാസിന്റെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്താ ചെയ്യുക, നമ്മുടെ തിരക്കുകൾ അങ്ങനെയാണ് നാട്ടിൽ വന്നപ്പോൾ. മാത്രവുമല്ല, ഇന്നലെ അൽഹംദുലില്ലാഹ് ഞാൻ കുഞ്ഞിപ്പള്ളിയിൽ പോയി. അതായത് നമ്മുടെ ചോമ്പോലെയാണല്ലോ മഹാനായ സൈൻ ബിൻ മഖ്ദൂം രണ്ടാമൻ ഫതുഹുൽ മുഈനിന്റെ മുസന്നിഫ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബിന്റെ രചയിതാവ്. അദ്ദേഹത്തിന്റെ മഖ്ബറ ഉള്ളത് അവിടെയാണ്. അവിടെ പോയതായിരുന്നു. അവിടെ പോയി സിയാറത്ത് കഴിഞ്ഞ് ഞാൻ രാത്രി ആണ് തിരിച്ചെത്തിയത്. അപ്പോൾ പോകുന്ന ടൈമിലൊന്നും ഇതുമായിട്ട് നമ്മുടെ ക്ലാസ്സുമായിട്ടോ അല്ലെങ്കിൽ ആൻസർ ചെയ്യാനോ ഒന്നും പറ്റുന്ന സാഹചര്യമല്ലല്ലോ, വാഹനത്തിലും യാത്രയിലും ഒക്കെ ആകുമ്പോൾ. അങ്ങനെയാണ് അത് ഇന്നലെ കഴിയാതെ പോയത് എന്ന് അറിയിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇൻഷാ അല്ലാഹ് ദുആയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കപ്പോൾ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നമ്മൾ മിസ്വാക്ക് ചെയ്യൽ വുളൂഇന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ യഹ്സുരു ബികുല്ലി ഖശനിൻ വലൗ ബിനഹവി ഖിർഖത്തിൻ ഔ അസ്നാനിൻ വൽ ഊദു അഫ്ളലു മിൻ ഗൈരിഹി വഔലാഹു ദുർരീഹി ത്വയ്യിബി വഅഫ്ളലുഹു അൽ അറാഖു ലാ ബി ഇസ്ബഅഹി വലൗ ഖശനതൻ ഖിലാഫൻ ലിമുഖ്താറഹു നവവി വഇന്നമാ യതഅക്കദു സിവാഖു വലൗ ലിമൻ ലാ അസ്നാന ലഹു ലികുല്ലി വുളൂഇൻ. അപ്പൊ മിസ്വാക്ക് ചെയ്യലിന്റെ പ്രാധാന്യം, അതിന്റെ ഫضല്, അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ ചിലതൊക്കെ നാം മനസ്സിലാക്കി. ഇനി എന്തുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്, ബ്രഷ് ചെയ്യേണ്ടത് എന്നതാണ്. അതിന് നമ്മുടെ ഫതുഹുൽ മുഈൻ വിശദീകരിക്കുന്നു. വയഹ്സുലു, ആ മിസ്വാക്ക് ചെയ്യുക എന്ന ആ അടിസ്ഥാനപരമായ സുന്നത്ത് കരഗതമാകും. എന്തുകൊണ്ട്? യഹ്സുലു ബികുല്ലി ഖശനിൻ, എല്ലാ ഉരമുള്ള വസ്തുക്കളെ കൊണ്ടും. ഉരമുള്ള, അതായത് ഹാർഡായിരിക്കുന്ന വസ്തുക്കൾ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ആ ഖശന് കൊണ്ടൊക്കെയും അത് കരസ്ഥമാകും. ബികുല്ലി ഖശനിൻ എന്നാണ് എല്ലാ ഇതിനും. അതായത് ഖശനായിരിക്കണം. പിന്നെ അപ്പൊ പ്രത്യേകം മനസ്സിലാക്കണം അതേതാണ്, ത്വാഹിർ, ശുദ്ധിയുള്ള ഏതായിരിക്കണം. ഖശനാണ് പക്ഷെ ശുദ്ധി ഇല്ലാത്താണെങ്കിൽ പറ്റൂല. അതാണ്. അത് ഇമാം റംലി തങ്ങളും അതുപോലെ തന്നെ മറ്റു ഇമാമികളൊക്കെ ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട്. യക്ഫി നജസു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലൗമിൻ മുഗല്ലളിൻ എന്നും കൂടി വന്നിട്ടുണ്ട്. അത് അവരുടെ മാത്രം ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ്. പക്ഷെ അത് മുഅ്തമദാക്കിയിട്ട് എടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതേ ഉള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് സമാധാനിക്കാം. ഷെയ്ഖുന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ടല്ലോ എന്നുകൂടി. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്നത് അസ്വാഖു മുതഹ്ഹിറുൽ ലിൽ ഫമി എന്നാണല്ലോ. വായയെ ശുദ്ധീകരിക്കുന്നതാണ് മിസ്വാക്ക് എന്നാണ്. അപ്പൊ വായയെ ശുദ്ധീകരിക്കുന്നിടത്ത് ശുദ്ധി ഇല്ലാത്തൊന്നും കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നതാണ്. അപ്പൊ പിന്നെ അതിനെ നജസായി കഴിഞ്ഞാല് അത് മാറ്റത്തിന് അത് മാറ്റേണ്ടതാണ് എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം എന്ന നിലക്കാണ് ഇമാം റംലി തങ്ങളും മറ്റുള്ള ഫുഖഹാവും അത് പറ്റില്ല, ത്വാഹിർ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചെന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഇബ്നു ഹജർ എന്നവര് തങ്ങൾ ആ ഒരു വിഷയത്തിന് ഇവിടെ ഒരു മറുപടി കൊടുത്തു. ത്വഹാറ എന്ന് പറഞ്ഞുകൊണ്ട് ത്വഹാറ ലൊഗവിയാണ്, അതായത് ഭാഷാപരമായ ശുദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ പല്ലിൽ നിന്നുള്ള വസ്ഖനത്തെ ചളിയെ നീക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് ഏതുകൊണ്ട് കിട്ടും, ഇതുകൊണ്ട് കിട്ടുമെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യാം എന്ന അഭിപ്രായവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും നമ്മൾ കേൾക്കും നജസാണെങ്കിലും പറ്റുമല്ലോ എന്ന്. അത് പറ്റൂല എന്ന് പറഞ്ഞ് എന്താക്കണ്ട, ഒച്ചയും മുഴുവൻ തിരക്കുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇങ്ങനെ ഒരു ഫത്വ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്. ആ അഭിപ്രായമാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാലും മുഅ്തമദ് അത് പറ്റുകയില്ല എന്ന് തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. അതാ പറഞ്ഞത് വലൗ ബിനഹ്വി ഖിർഖത്തിൻ, അതൊരു ശീല കഷ്ണം കൊണ്ടാണെങ്കിലും ശരി. ഇതാണ് നിസ്കരിക്കുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പൊക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ അവിടെ മിസ്വാക്കും കോൾഗറ്റും ബ്രഷൊക്കെ പാടെ കൊണ്ടുപോയി വെക്കാനൊന്നും കഴിയില്ല. അപ്പൊ നമ്മൾ തടയിലിടുന്ന തട്ടത്തിന്റെ ഒരു തുമ്പ് പിടിച്ചിട്ട് അതുകൊണ്ട് പല്ലിലിങ്ങനെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ ആ സുന്നത്ത് കിട്ടും. അഹ്സലു സുന്നത്ത് കിട്ടി. വലിയ പ്രാധാന്യമുള്ളതല്ലേ, അപ്പൊ അത് കിട്ടും. വലൗ ബിനഹ്വി ഖിർഖത്തിൻ,
എന്നാണ് പറഞ്ഞത്. അതായത് ആ പിന്നെ മിസ്വാക്ക് ചെയ്യൽ ക്ഷീരകഷ്ണം കൊണ്ടാണെങ്കിലും ശരി. ഔ അഷ്നാനിൻ എന്ന് വേറെ പറയുന്നുണ്ട്. അഷ്നാൻ എന്ന് പറഞ്ഞാൽ വാഗപ്പൊടി എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയുന്നത്. അതുപോലെ ചില വിത്തുകൾ, ഹബ്ബുകൾ ഒക്കെ ഉണ്ട്, ചില വൃക്ഷങ്ങളിൽ നിന്നൊക്കെ വീഴുന്ന, അതുകൊണ്ടൊക്കെ പിന്നെ പല്ല് വൃത്തിയാക്കാൻ പറ്റും എന്ന് പഴയ കാലത്ത് ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പൊ വലോ ഔ അഷ്നാന് വാഗപ്പൊടി കൊണ്ട്. വൽ ഊതു, ഊത് എന്ന് പറഞ്ഞാൽ കൊള്ളി കഷ്ണം. ഊത് എന്ന് പറഞ്ഞാൽ നമ്മൾ മണമുള്ള കൊള്ളി കഷ്ണം അല്ല, വലൂത് കൊള്ളി കഷ്ണം. അഫ്ദലുമിന് കാരി, മറ്റുള്ളതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഏതാണ്? കൊള്ളി കഷ്ണം കൊണ്ടാണ്. നമ്മള് ഈ തൊട്ടാവാടി പോലുള്ള സാധനങ്ങള് അതിന്റെ ഒക്കെ എടുത്തിട്ട് അതിലൊക്കെ അങ്ങനെ കുത്തിച്ചതച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നായിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല, എന്നൊക്കെ നല്ല വിപണിയിൽ നല്ല നല്ല ബ്രഷുകൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതാണ് വേണ്ടത്. ഔലാഹു, ആ ഊതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് ദുർരീഹ ത്വയ്യിബ്, നല്ല മണമുള്ളതാണ്, നല്ല ശുദ്ധ മണമുള്ളതാണ്. ഏതിൽ നിന്നും ഉത്തമമായിട്ടുള്ളത്? ഊതിൽ നിന്നും. അഫ്ളലുഹു, ആ രേഹയിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അൽ അറാഖു, അറാഖ് എന്ന് പറയുന്ന കൊള്ളി കഷ്ണമാണ്. അതിന്റെ ബാക്കിൽ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരാളിങ്ങനെ ആ പറഞ്ഞ കൊള്ളി കഷ്ണം ഏതാന്ന് ഇങ്ങനെ തെരഞ്ഞു പോയപ്പോ ഒരു കൊള്ളി കഷ്ണം കണ്ടു. ആ കൊള്ളി കഷ്ണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ അറാഖ, നിന്നെ ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് അതിന് പേര് വന്നത് എന്ന് ഒക്കെ ഒരു ചരിത്രമുണ്ട്. അപ്പൊ ഈ അറാഖാണ് അതിലും ഏറ്റവും നല്ലത് എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അറാഖാണ് ഏറ്റവും നല്ലത്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഈത്തപ്പന മട്ടലിന്റെ ചില കൊള്ളികൾ അതുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ജെയ്ത്തൂൻ ഉണ്ട്, അത് ജെയ്ത്തൂൻ വൃക്ഷം, അതിന്റെ കമ്പ് കൊണ്ട് ചെയ്യാം. അതിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഏത് കൊള്ളികളാണെങ്കിലും കുഴപ്പമില്ല എന്ന് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹ്ർക്കന്റെ അതേ അർത്ഥത്തില് വരുന്നത് 5 മർത്തബയിലുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന 25ഓളം വരുന്ന സാധനങ്ങൾ അതിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് ചില കിതാബുകളൊക്കെ. അപ്പൊ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അറാഖാണ്. അത് വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് സാധാരണ വെള്ളത്തിലായിരിക്കാം, അതല്ലെങ്കിൽ റോസ് വാട്ടറിലായിട്ട് അതിനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തുപ്പുനീരിൽ തന്നെ അതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉണങ്ങിയതായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതെല്ലാം കിതാബിൽ നമുക്ക് അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ റൈഹാനിന്റെ പിന്നെ കൊള്ളി എടുത്തിട്ട് അതുകൊണ്ട് ചെയ്യാം. അതൊരു മണം ഉണ്ടാക്കുന്നതാണ്. മണമില്ലാത്തത് ബുദ്ധിമുട്ടാണ്. അപ്പൊ റൈഹാന് അതിന് പറ്റിയതാണ് എന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷെ റൈഹാൻ അതിനെ ഉപയോഗിക്കരുത് എന്ന് അതിനെ പിന്നെ ഉപയോഗിക്കരുത് എന്നും കിതാബിലുണ്ട്. കാരണം അതുകൊണ്ട് പിന്നെ വെള്ളപ്പാണ്ടും മറ്റൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാവുന്നുണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ. മറ്റുള്ളതിന് കുഴപ്പമില്ല. ഇതുപോലെ നമ്മളിപ്പോ ഹമ്മാമിൽ നിന്നിട്ട് ബാത്റൂമിൽ നിന്ന് പല്ല് തേക്കുകയാണെങ്കിൽ അവിടെ ബാഡ് സ്മെല്ല് ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലുള്ളൊരു കാരണം ഇതിനും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ റെഹാൻ ഒഴിവാക്കാം എന്ന് പറയുന്നത്. റെഹാൻ നല്ല മണമുള്ളതാണ്, പക്ഷെ പല്ല് തേക്കുന്നതിന് ഉപേക്ഷിക്കണം എന്ന അഭിപ്രായം ഫിഖഹിന്റെ പിന്നെ വിശദീകരണങ്ങൾ കിതാബിൽ കാണുന്നുണ്ട്. വലയാതുമില്ല. പിന്നെ അതുകൊണ്ടൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ട് പറ്റില്ല? ലാബി ഇസ്ബഅഹി, വിരൽ കൊണ്ട് പറ്റില്ല. വിരൽ കൊണ്ട് പല്ല് തേച്ചു കഴിഞ്ഞാൽ ആ അഫ്സൽ സുന്നത്ത് കിട്ടുകയില്ല. അപ്പൊ ഒരു സംശയമുണ്ട്, അത് ഹസനായതാണെങ്കിലോ അത് ഒരള്ളതാണെങ്കിലോ എന്നാലും പറ്റൂല. വലോ ഹസനത്തിന്, അത് ഒരമുള്ളതാണെങ്കിലും പറ്റുകയില്ല. ഖിലാഫല്ലി മുഖ്താറഹു നവവിയും, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ ഒരു അഭിപ്രായത്തിനെതിരെ. അപ്പൊ അവിടെ പറ്റും എന്ന അഭിപ്രായം ഇമാം നഫ്വി തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മജ്മുഅൽ വന്നിട്ടുണ്ട്. അന്ന ഇസ്ബഉൽ ഹസനത്ത് തുജ്സി എന്നാണ്, അത് മതിയാവുന്നത്. അതായത് പിന്നെ ഒരമുള്ള വിരലാണെങ്കിൽ അതുകൊണ്ട് മതിയാവുമെന്ന അഭിപ്രായം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പൊ എന്താ നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ളത്? ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം മുഅ്തമദും അതിന്റെ പ്രായോഗികതയും അതിന്റെ അഫ്ളലും ഏത് തന്നെയാണ്? മേൽ പറഞ്ഞ ഇത് പിന്നെ ഇതുകൊണ്ട് പറ്റില്ല എന്നാണ്. ഇനി എപ്പോഴെങ്കിലും അതൊന്നും കിട്ടാതെ വരുമ്പോൾ ഈ സുന്നത്ത് പോവുമല്ലോ എന്നുള്ള ഒരു ബേജാറ് വരുമെങ്കിൽ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ഇതുകൊണ്ട് ചെയ്യാം എന്നതാണ്. വൈനമ യതവക്കദു സിവാക്കു, മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്താണ്. അത് ആർക്കാണെങ്കിലും ശരി. വലൗ ലിമൻ ലാ അസ്നാന ലഹു, പല്ല് ഇല്ലാത്ത ഒരുത്തനക്കാണെങ്കിൽ ശരി. അവിടെ ഒന്നിങ്ങനെ ഇഷാറത്താക്കിയാൽ മതി. ലിക്കുല്ലി വുദുൻ, എല്ലാ ഓരോ വുദുവിനും എപ്പോ വുദു എടുക്കുകയാണെങ്കിലും അപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർമ്മത കിട്ടും, ശരീരത്തിന് ആഫിയത്ത് കിട്ടും, റൂഹ് പിടിക്കൽ എളുപ്പമാവും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അതെല്ലാ ഫളുകളല്ല ഇതിന്ന് കിട്ടും. വലിക്കുല്ലി സ്വലാത്തിൻ, എല്ലാ ഓരോ നിസ്കാരത്തിനുമാണ്. അപ്പൊ വുളുവിനൊന്ന് വേറെ, നിസ്കാരത്തിനൊന്ന് വേറെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്.
വുളൂഇന് ചെയ്തു, ഇനി നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ അത് വല്ല കവറിലോ മറ്റോ ഇട്ടിട്ട് ഒന്നിങ്ങനെ പല്ലില് നടത്തുക, അതല്ലെങ്കിൽ നമ്മള് പിന്നെ കർച്ചീഫിന്റെ തുമ്പുകൊണ്ടോ മറ്റോ ഒന്ന് എടുക്കുക. ഇതാണ് വേണ്ടത്. ഐ ഫർളിഹ വനഫ്ലിഹ, ഫർള് നിസ്കാരം ആണെങ്കിലും സുന്നത്ത് നിസ്കാരം ആണെങ്കിലും ആരാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തല്ലേ, ആ സുന്നത്ത് എടുക്കണം എന്നാണ്. ഇനി വൈൻ സല്ലമിൻ കുല്ല റക്കായത്തിന്, ഓരോ റക്കായത്തിൽ നിന്നും സലാം വീട്ടിയാലും ശരി. അപ്പൊ തറാബിഹൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ സലാം വീട്ടുന്നു, പിന്നെ നമ്മൾ പല്ലുകളൊന്നും ഇങ്ങനെ ആക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ പല്ലിന്റെ ആ ഒരു റിയഹ നന്നാക്കി എടുക്കുന്നതാണ്. മനസ്സിലാണ്ടല്ലോ. മിക്കുള്ള റക്കാത്ത് ആ അസ്താക്കലി വുളൂഹ. അപ്പൊ പിന്നെ ഒരു ചോദ്യം, ഓന് വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് വുളൂ എടുക്കുന്ന സമയത്ത് ഒരു വിസ്വാഗ് ചെയ്തിട്ടുണ്ട്, എന്നാ പിന്നെ ഇനി നിസ്കാരത്തിന് വേണ്ട എന്നാലും വേണം എന്ന് തന്നെയാണ്. വല്ല യഫ്സിൽ ബൈനഹുമ, ഇനി വുളു ഉണ്ടാക്കി ഉടനെ തന്നെ നിസ്കരിക്കണം. ഇനി അപ്പോഴാണെങ്കിലും വീണ്ടും എന്ത് വേണം, നിസ്കാരത്തിനൊരു മിസ്വാക്കും അതുപോലെ തന്നെ വുളൂരൊരു മിസ്വാക്കും വേണം. വലോലം യഫ്സിൽ ബൈനഹുമ, വുളുവിന്റെയും സ്വലാത്തിന്റെയും ഇടയിൽ വിട്ടുപിരിച്ചിട്ടില്ല എങ്കിലും ശരി. ഫാസിലിൻ, ഒരു വിട്ടുപിരിക്കുന്ന വസ്തു എന്ന് വെച്ചാൽ കുറച്ച് സമയം ദീർഘിപ്പിച്ചു, അങ്ങനെയാണ് ശരി. ഹൈസുരം നഖ്ഷ തനജുസ ഫമിഹി, അവന്റെ വായ നജീസാകും എന്നതിനെ ഭയപ്പെടാത്ത സമയത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ചെയ്യല് വുജൂബാണ്. വായ നജീസായി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ സുന്നത്തല്ല, അവിടെ ഒരു വുജൂബായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മുടെ ഫിഖഹിന്റെ പാഠം നമുക്ക് തരുന്നത്. പിന്നെ വദാലിക, ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കാരണം ഖബറിൽ ഹുമൈദി എന്നവരുടെ ഹദീസ് വന്നിട്ടുണ്ട്. ബി ഇസ്നാഇൻ ജയ്യിദൻ, നല്ല ഹദീസാണ്. എന്താ വന്നത്, റകഅത്താനി ബിസിവാക്കിൻ, മിസ്വാക്ക് കൊണ്ടുള്ള 2 റകഅത്താകുന്നത് അഫ്ളലു മിൻ 70 റകഅത്തൻ ബിലാ സിവാക്കിൻ, മിസ്വാക്ക് കൂടാതെയുള്ള 70 റകഅത്തിനേക്കാൾ ശ്രേഷ്ഠതമാണ് എന്ന്. ഇനി വലൗ തറക്കഹു അവ്വലഹ, വുളു ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തില് എന്തായി, ഒരാൾക്കത് മറന്നുപോയി, അങ്ങനെ ഉപേക്ഷിച്ചു. വലൗ തറക്കഹു അവ്വല, വുളുവിന്റെ ആദ്യത്തിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തദാറകഹു അസ്നഅഹ, വുളുവിന്റെ ഇടയിൽ അതിനെ കൊണ്ടുവരണം. ബിഫഇലിൻ ഖലീലിൻ, ചെറിയ പ്രവൃത്തി കൊണ്ട് കൊണ്ടുവരണം. ബിഫഇലിൻ ഖലീലിൻ, ചെറിയ പ്രവൃത്തി ഉണ്ട്. എന്ന് വെച്ചാൽ വലൗ തറക്കഹു ഫി അവ്വല, നിസ്കാരത്തിന്റെ ആദ്യത്തിലാണ്, ഇതല്ല വുളുവിന്റെ അല്ല. വുളുവിന്റെ ആദ്യത്തിലാണെങ്കിലും കൊണ്ടുവരണം. ഇത് നിസ്കാരത്തിന്റെ ആദ്യത്തിൽ അങ്ങനെ മറന്നുപോയാൽ എന്റെ ഇടയിൽ ചെറിയ പ്രവൃത്തി കൊണ്ട് കൊണ്ടുവരണം. അപ്പൊ അത്രയ്ക്കും ശ്രേഷ്ഠതയും പുണ്യവും ഉള്ളതായത് കൊണ്ടാണല്ലോ നമുക്ക് ഫിഖ് ഇത്രത്തോളം ഇതിന് ഗൗരവത്തിൽ നമുക്ക് പാഠം നൽകിയത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഒരു വലിയ സുന്നത്താണ്. ആ സുന്നത്ത് നമുക്ക് എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിഫഇലിൻ ഖലീൽ, ചെറിയ പ്രവൃത്തി കൊണ്ട്. ഏതുപോലെ തഅമ്മുമി, തലപ്പാവ് വെക്കും പോലെ. ഇപ്പൊ തലപ്പാവ് വെക്കൽ സുന്നത്താണ്. അത് ഇങ്ങനെ കെട്ടൊന്ന് അഴിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് ശരിയാക്കി വെക്കാറുണ്ട്. അതൊക്കെ ചെറിയ ഫെയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇതും ചെയ്യണം. വയതഅഖദു അയ്ളൻ, ഇപ്പൊ നിസ്കാരത്തിലേക്ക് സുന്നത്താണ്, വുളൂല് സുന്നത്തായതുപോലെ തന്നെ ശക്തിയായ സുന്നത്താണ്. ലിതിലാവത്തിൽ ഖുർആനി, ഖുർആൻ ഓതാൻ വേണ്ടി മിസ്വാക്ക് ചെയ്യണം. ഔ ഹദീസിൻ, ഹദീസ് ഓതാൻ വേണ്ടിയിട്ട്. ഔ ഇൽമിൻ ശർഈൻ, ഇപ്പൊ നമ്മൾ ഈ ഓതുന്ന ഫത്വൽ ഇൽമി ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള ശർഈയായ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണം. അതുപോലെ തന്നെ ഔ തഗയ്യുറി ഫമിൻ, അല്ലെങ്കിൽ വായ പകർച്ചയായി, റിയഹൻ, വായക്ക് മണം വന്നു. ഔലല്, നിറം വ്യത്യാസം വന്നു. എങ്ങനെ, പിന്നെ ഹബി നോമിൻ, ഒന്നുകിൽ ഉറങ്ങിയിട്ടാണ് അങ്ങനെ പകർച്ച വന്നത്. ആ വക്കിലും കരീഹിൻ, അല്ലെങ്കിൽ ഉള്ളിയോ മറ്റോ എന്തോ നമ്മൾ തിന്നു, അല്ലെങ്കിൽ വലിയ ബിരിയാണി ഒക്കെ കഴിച്ച് അപ്പൊ വന്നതാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ വേണം, കരീഹിൻ ഔസിന്നിബിനഹുസഹറത്ത്, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ എന്തായി മഞ്ഞ കളർ വന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അതിലെന്ത് വേണം, പിന്നെ മിസ്വാക്ക് ചെയ്യല് സുന്നത്താണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നാളെ തുടങ്ങാം. ബിനഹബിൻ നൗമിൻ ഔ അക്ലിൻ കരീഹിൻ എന്നതുവരെ ഇപ്പൊ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.